am Vijay Nair, former officer, Food Corporation of India, Current Affairs. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സ് ഞാൻ ഒന്ന് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് തീർക്കും. കാര്യം എനിക്ക് കുറച്ച് ടൈമിന്റെ കൺസ്ട്രെയിന്റ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പം ക്ലാസ് മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ക്ലാസ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് സൈമിൾട്ടേനിയസ് പോൾസ് വിൽ നോട്ട് കം അപ്പ് ബിഫോർ ലോക്സഭ ടുഡേ. സൈമിൾട്ടേനിയസ് പോൾസ് എന്താണ്? വൺ നേഷൻ വൺ ഇലക്ഷൻ. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ. അതായത് ഇന്ത്യയിലെ ലോക്സഭ ഇലക്ഷനോടൊപ്പം തന്നെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഇലക്ഷൻസും ഒപ്പം യൂണിയൻ ടെറിട്ടറീസ് ഓഫ് പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ഡൽഹി ഇവരുടെ ഇലക്ഷൻസും ഒരുമിച്ച് നടത്തണം. അങ്ങനെ ഒരുമിച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ there should be some amendments to our constitution. അപ്പം അതിനു വേണ്ടിയിട്ട് 129th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബിൽ 129th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബിൽ ഈസ് ഗോയിങ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ. ആൻഡ് യൂണിയൻ ടെറിട്ടറി അമെന്റ്മെന്റ് ബിൽ എന്ന് പറഞ്ഞ വേറൊരു ബില്ലും അതും പ്രീവിയസ്ലി ഇറ്റ് വാസ് അസ്യൂംഡ് ദാറ്റ് ടുഡേ മൺഡേ ഈ മൺഡേയിൽ ഗവൺമെന്റ് ഈസ് ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ദീസ് ബിൽസ് ഇൻ ദ ലോക്സഭ. ബട്ട് പക്ഷെ എന്തോ ഷെഡ്യൂളിൽ മാറ്റം വന്നിട്ടുണ്ട്. ബട്ട് വൺ തിങ് ഈസ് ഷുവർ, ഗവൺമെന്റ് ഈസ് very adamant about introducing this bill in the Lok Sabha, and they want to pass it as early as possible to conduct elections simultaneously. ഇന്ത്യയിൽ 1967 വരെയോ 69 വരെ കണ്ട് ഇലക്ഷൻ സൈമിൾട്ടേനിയസ് തന്നെയാണ് നടന്നത്. പിന്നീട് ആർട്ടിക്കിൾ 356 എന്ന് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ അറിയില്ല. ആർട്ടിക്കിൾ 356, വാട്ട് ഈസ് ആർട്ടിക്കിൾ 356? സ്റ്റേറ്റ് എമർജൻസി പല പല റീസൺസ് കൊണ്ട് സ്റ്റേറ്റുകളെ പിരിച്ചുവിടാനുള്ള അവകാശം ആൻഡ് ഇമ്പോസിഷൻ ഓഫ് പ്രസിഡന്റ് റൂൾ ഇൻ ദ സ്റ്റേറ്റ്സ്. അത് ദാറ്റ് റൈറ്റ് ഈസ് ദർ ഫോർ ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പ്രസിഡന്റിന് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഇന്ത്യൻ പാർലമെന്റ് she can dissolve. Indian president can dissolve a state legislative assembly and അതിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് അവർക്ക് പ്രസിഡന്റ് റൂള് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ആർട്ടിക്കിൾ 356 പറഞ്ഞത്. ആർട്ടിക്കിൾ 356 വാസ് ഇമ്പോസ്ഡ് ഇൻ ഇന്ത്യ, ഇമ്പോസ്ഡ് ഇൻ ഇന്ത്യൻ സ്റ്റേറ്റ്സ് മെനി ഓഫ് ദ ടൈംസ് ആഫ്റ്റർ the 1969, 1970s പീരീഡ്, 1980s പീരീഡ് ഒക്കെ ഒരുപാട് സ്റ്റേറ്റുകളിൽ ആർട്ടിക്കിൾ 356 ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് എമർജൻസി ഇംപ്ലിമെന്റ് ചെയ്തു. ദാറ്റ് ഈസ് പ്രസിഡന്റ്സ് റൂൾ. അപ്പോ അവിടത്തേക്ക് ആ ഒരു ഇലക്ഷൻ ഷെഡ്യൂള് ഡിസ്റപ്റ്റഡ് ആയി. അങ്ങനെയാണ് ഈ പാർലമെന്റ് അല്ലെങ്കിൽ ലോക്സഭയിലെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ ഇലക്ഷൻസ് ഡിഫറെന്റ് ടൈമിൽ നടക്കാൻ തുടങ്ങിയത്. അപ് ടു 1969 there were simultaneous elections for Lok Sabha and state legislative assemblies. Government of India now wants to go back to that kind of election system in India. It will considerably reduce election expenditure, but for me, and according to me, the biggest advantage from this election exercise will be the എന്താ പറയുന്ന ഈ നമ്മളുടെ ഇതുണ്ടല്ലോ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. വൺസ് ഇലക്ഷൻ ഈസ് ഡിക്ലെയർഡ് ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ, ദർ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വിൽ ബി implemented by Election Commission of India. That is affecting the development of India, because ആ ഒരു സമയത്ത് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് പോലും നടപ്പാക്കാൻ പാടില്ല വൺസ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഈസ് ഡിക്ലെയർഡ് ഇൻ എ സ്റ്റേറ്റ്. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അത് നടക്കും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാമോ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഈ Q1ലും Q2ലും it is less as compared to the previous year. Why? It is mainly because of the restrictions imposed by Election Commission of India due to model code of conduct that existed in India during Lok Sabha election time in the April, May, June time. Appo government of India was not able to do many development initiatives, and they were barred from capex means capital expenditure. Capital expenditure എന്ന സംഭവം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ സമയത്ത് നടത്താൻ പറ്റില്ല. capex അല്ലെങ്കിൽ capital expenditure. That is the main reason for the decrease in GDP growth rate in the Q1 and Q2. Q1ലാണ് മെയിൻലി നടന്നെങ്കിലും ഇറ്റ് സ്പില്ലോവർ ഇഫക്റ്റ് ഹാപ്പൻഡ് ഇൻ Q2 ഓൾസോ. അപ്പൊ ഇന്ത്യയുടെ ഡെവലപ്മെന്റിനെ പിടിച്ച് ബാക്കിലോട്ട് വലിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഇലക്ഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആണ്. ഇപ്പൊ ഡൽഹി is going to election in February, so model code of conduct will come into place in Delhi in January, February time. Maharashtra and Jharkhand went to election during November. അപ്പൊ ആ സമയത്ത് അവിടെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആയിരുന്നു. ഹരിയാന went for election in
ഒക്ടോബർ. സോ അവിടെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആയിരുന്നു. എന്താണിത്? എപ്പോഴും മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. അപ്പൊ അവിടെ വല്ല ഡെവലപ്മെന്റ് നടത്താൻ പറ്റുമോ? പക്ഷെ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന കുറെ ആൾക്കാർ കുറെ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഞാൻ അകത്തെ പേജിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതൊക്കെ പറയാൻ എത്രത്തോളം സമയം കിട്ടുന്ന എനിക്ക് അറിഞ്ഞൂടാ. സക്കീർ ഹുസൈൻ അഡ്മിറ്റഡ് ടു ICU ഇൻ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട്. സക്കീർ ഹുസൈൻ ഇസ് എ ഫേമസ് എക്സ്പോണന്റ് ഓഫ് തബല. സക്കീർ ഹുസൈൻ എല്ലാവർക്കും അറിയാം. സക്കീർ ഹുസൈൻ ഈ നമ്മളുടെ ഗ്രാമി അവാർഡ്, വാട്ട് ഈസ് ഗ്രാമി അവാർഡ്? മ്യൂസിക്കൽ ഓസ്കാർ എന്നാണ് ഗ്രാമി അറിയപ്പെടുന്നത്. ഗ്രാമി വിൻ ചെയ്ത ഇന്ത്യൻ മ്യൂസീഷ്യൻസ് കുറെ പേരുണ്ട്. AR റഹ്മാൻ, സക്കീർ ഹുസൈൻ, പണ്ഡിറ്റ് രവിശങ്കർ, അങ്ങനെയുള്ള കുറെ ആൾക്കാർ. അപ്പൊ ആ കൂട്ടത്തില് സക്കീർ ഹുസൈൻ ഈസ് വെരി ഫേമസ്, ബട്ട് ഹീസ് അഡ്മിറ്റഡ് ഇൻ ICU because of heart related problems and his condition is very critical as per the latest medical bulletin from the hospital he was admitted. അപ്പൊ അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസ് ആണ്. പിന്നെ വേറൊരു കാര്യം, കമ്മിറ്റഡ് ടു എലിമിനേറ്റിംഗ് നക്സലിസം ഇൻ ഛത്തീസ്ഗഡ് by 2026 says Amit Shah. Amit Shah is the Home Minister of India. He is responsible for the internal security of India. India's biggest internal security problem was, I am using the word was, Naxalism. Before 10 years, India's biggest internal security problem was Naxalism. Now it is almost controlled in many parts of the country. Only in Chhattisgarh, like state, it is still a challenge for the security apparatus in India. And Bastar, പിന്നെ മറ്റേ വേറൊരു സ്ഥലം ഉണ്ടല്ലോ, ബസ്തർ എന്ന് പറയുന്നൊരു സ്ഥലം, അല്ലാതെ വേറെ സ്ഥലത്തിന്റെ പേരുണ്ട്, അത് ഞാൻ മറന്നുപോയി. ആ സ്ഥലങ്ങളിലൊക്കെ മാത്രം, അതൊക്കെ ഛത്തീസ്ഗഡിലെ സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളൊക്കെ മാത്രമാണ് ഇപ്പോഴും മാവോയിസ്റ്റ് അല്ലെങ്കിൽ നെക്സലൈറ്റ് സ്ട്രോങ് ഹോൾഡ്സ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യസ് aim is to eliminate the menace of Naxalism by the year of 2026 മാർച്ചോടുകൂടി ഛത്തീസ്ഗഡിൽ നിന്ന് തൂത്തറിയും. അതോടുകൂടി ഇന്ത്യയിലെ നെക്സലൈറ്റ് പ്രോബ്ലം ഇല്ലാതാവും എന്നാണ് അമിത് ഷാ, ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ, പ്ലസ് വിഷ്ണു ദിയോ സായി, ഛത്തീസ്ഗഡ് ചീഫ് മിനിസ്റ്റർ, രണ്ടുപേരും ഓപ്പൺലി ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഛത്തീസ്ഗഡ് പോലീസ് ഫോഴ്സിന് ഇപ്പം അവർ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസിന്റെ ബേസിൽ പ്രസിഡന്റ്സ് കളർ കിട്ടി. പ്രസിഡന്റ്സ് കളർ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഫോഴ്സസിന് പ്രസിഡന്റ് കൊടുക്കുന്ന ഒരു ബഹുമതിയാണ് പ്രസിഡന്റ്സ് കളർ. ഇറ്റ് ഈസ് എ വെരി പ്രസ്റ്റീജിയസ് award for the valor of those particular forces who are being decorated with this president's color. അപ്പൊ ഈ ഛത്തീസ്ഗഡിന്റെ പോലീസ് ഫോഴ്സിന് പ്രസിഡന്റ്സ് കളർ അവാർഡ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. പിന്നെ ഇതാ ഇപ്പൊ ഡൽഹിയിൽ ഇലക്ഷൻ വരാൻ പോകുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ താഴോട്ട് വരുമ്പോൾ ഇതൊന്നും നമുക്ക് വേണ്ട. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ സംഭൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ വീണ്ടും അവിടെ കാണാം. സംഭലില് മോസ്ക് ഉണ്ട്, അതോടൊപ്പം അതിനടുത്തൊരു അതിനടുത്തൊരു അമ്പലം ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഒക്കെ ഇതിലുള്ള സംഭൽ വിഷയം ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടാണ്, ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്തില്ല. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ BJD to abstain from no trust motion against Dhankar. ആ വിഷയം നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്, അത് വീണ്ടും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് റെഫർ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 63 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റെഫറിംഗ് അബൌട്ട് വൈസ് പ്രസിഡന്റ്, ആൻഡ് ആർട്ടിക്കിൾ 64ലാണ് വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയുടെ ചെയർമാനായിട്ട് ആക്ട് ചെയ്യേണ്ടതെന്നും പറയുന്നത്. പിന്നെ 67B അദ്ദേഹത്തിന്റെ റിമൂവലിനെ കുറിച്ച് പറയുന്നത്. അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ ന്യൂസ് ആയിട്ട് വരാൻ കാര്യം, ഒപ്പോസിഷൻ ഇസ് കോളിംഗ് ഫോർ ദ റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ആൻഡ് ഫോർ ദാറ്റ് ദേ ഗേവ് എ നോട്ടീസ് ഇൻ ദ രാജ്യസഭ. നോട്ടീസ് കൊടുക്കേണ്ടത് രാജ്യസഭയിലാണ്. 14 days ഇൻ അഡ്വാൻസ് കൊടുക്കണം. അത് വൺസ് ആ ഒരു മോഷൻ അവിടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് നോട്ടീസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വോട്ടിംഗ് വരും. വോട്ടിംഗിൽ രാജ്യസഭയിൽ സിമ്പിൾ മെജോറിറ്റിയോടുകൂടി, പിന്നെ ലോക്സഭയിലും പാസ്സായി കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാം. There is no need for impeachment as in the case of president. For removing president of India, there should be impeachment of president in the parliament, but no such provisions are there in the removal of vice president. Only രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രം മതി, സിമ്പിൾ മെജോറിറ്റിയോടുകൂടി. ഓക്കെ, ഇനി വേറെ അടുത്ത ഈ പേജിലെ വേറെ ന്യൂസ് ഒന്നും വേണ്ട. അടുത്ത പേജിലേക്ക് പോകുമ്പോ will establish Telugu Varsity named after Potti Sriramulu. Chandrababu Naidu. Chandrababu Naidu ആരെന്നറിയാം. ചന്ദ്രബാബു നായിഡു is the chief minister of Andhra Pradesh. ആന്ധ്രാപ്രദേശിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററിന്റെ ഫോട്ടോയും ഇവിടെ ഉണ്ട്. പവൻ കല്യാണാണ് ആന്ധ്രാപ്രദേശിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ.
അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോറ്റി ശ്രീരാമലു. ഹു ഈസ് പോറ്റി ശ്രീരാമലു? യു ഓൾ വെയർ ഹേർഡ് അബൌട്ട് ഹിസ് നെയിം ബിക്കോസ് പോറ്റി ശ്രീരാമലു എന്റെ പേര് നിങ്ങൾ എല്ലാവരും ഇന്ത്യയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. കാരണം എന്ന് വെച്ചാല് പോറ്റി ശ്രീരാമലു 1950s ബിഗിനിങ്ങില് he went for a fasting demanding a separate Telugu state for the Telugu speaking people. Indian states were not divided according to linguistic basis once the Constitution of India came into force. Constituent Assembly there were demands to divide Indian states based on linguistic basis, but Jawaharlal Nehru, Indian Prime Minister, was totally against that. That's why Indian states were not formed on the basis of language when the Constitution of India came into force. But after that, Potti Sriramalu demanded a separate Telugu state, a separate Andhra state for the Telugu speaking people, and he started fasting for accepting that demand by government of India. But nobody cared and he died during that fasting. That's one പ്രശ്നമായി. അപ്പം അവസാനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാസ് ഫോഴ്സ്ഡ് ടു ഗീവ് എ സ്റ്റേറ്റ് for the Telugu speaking people in India. So India's first linguistic based state, first state based on language came into existence in 1953. That was Andhra. അങ്ങനെ ഒരു സ്റ്റേറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ അങ്ങനെയുള്ള സിമിലർ ഡിമാൻഡ്സ് മറ്റു ഭാഗങ്ങളിൽ നിന്നുണ്ടാവും. അപ്പൊ അതിന്റെ ബേസിലാണ് പിന്നെ നെഹ്റു ഗവൺമെന്റിന്റെ ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഫോം ചെയ്യേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ഫസൽ അലി കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ വരുന്നു. അതിന്റെ ബേസിലാണ് പിന്നെ കേരളം ഉൾപ്പെടുന്ന സ്റ്റേറ്റുകൾ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ 1956 തൊട്ട് ഇങ്ങോട്ട് ഫോം ചെയ്യപ്പെട്ടത്. സോ ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ബേസ്ഡ് ഓൺ ലാംഗ്വേജ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ബേസിസ്, ഒബ്വിയസ്ലി ദാറ്റ് പേഴ്സൺ ഈസ് പോറ്റി ശ്രീരാമുലു. അദ്ദേഹത്തിന്റെ ഫാസ്റ്റിംഗ് ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ടുള്ള ഫാസ്റ്റിംഗ് ആണ് പിന്നീട് ബാക്കി എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റുകളുടെയും ലിംഗ്വിസ്റ്റിക് ബേസിലുള്ള ഫോർമേഷന് കാരണമായത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പേരുള്ള യൂണിവേഴ്സിറ്റി തുടങ്ങപ്പോഴാണ് എവിടെയാണ്? ആന്ധ്രാപ്രദേശിൽ. പിന്നെ താഴോട്ട് വരുമ്പോ വേറൊന്നുമില്ല. അതിനടുത്ത പേജ് പോകുമ്പോ ഇന്നത്തെ ഈ പേജൊക്കെ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ എനിക്കിപ്പോ നിവർത്തിയുള്ളൂ. പെർമിസീവ് നോ മോർ എന്ന് പറഞ്ഞ ഈ എഡിറ്റോറിയലും സെക്കൻഡ് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലും രണ്ടും നിങ്ങൾക്ക് അറിയാം. രണ്ടാമത്തെ എഡിറ്റോറിയൽ നിങ്ങൾക്ക് ഈസിലി വായിച്ചാൽ മനസ്സിലാവുന്നതും, ഒന്നാമത്തെ എഡിറ്റോറിയൽ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്ത വിഷയമായതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള എഡിറ്റോറിയലാണ്. ഒന്നാമത്തെ എഡിറ്റോറിയൽ പറഞ്ഞാൽ സുപ്രീം കോർട്ടിന്റെ ഡിസിഷനെ കുറിച്ചാണ്. സുപ്രീം കോർട്ട് ഡിസൈഡഡ് ടു സ്റ്റേ ഓൾ ദ പ്രൊസീഡിങ്സ് റിലേറ്റഡ് ടു പ്ലേസസ് ഓഫ് വർഷിപ്സ്. ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ വാലിഡിറ്റിയെ കുറിച്ചുള്ള ഒരു കേസ് ഇപ്പം സുപ്രീം കോടതി മുന്നിലുണ്ട്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ഏതെങ്കിലും പ്ലേസസ് ഓഫ് വർഷിപ്പിന് അതിന്റെ സ്റ്റാറ്റസ് കോ അല്ലെങ്കിൽ അതിന്റെ റിലീജിയസ് ക്യാരക്ടർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലെയിന്റും ഇന്ത്യയിലെ കോർട്ടുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോർട്ട് ഒരു ഡയറക്ഷൻ കൊടുത്തു ഫർദർ ആയിട്ട്. ആൻഡ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രൊസീഡിങ്സും സ്റ്റോപ്പ് ചെയ്യാനും പറഞ്ഞു. ഇപ്പൊ പല റിലീജിയസ് പ്ലേസസിന്റെ പേരിൽ കേസസ് ഇപ്പം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ സംഫൽ ഉൾപ്പെടെ. ആൻഡ് ഓൾ ദോസ് proceedings should be stopped in all the levels of court, whether it is high court or lower court. They should stop the proceedings in such kind of cases എന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് വളരെ 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 എന്താ പറയുന്ന നല്ലൊരു തീരുമാനമാണെന്നും കമൻഡബിൾ ആയിട്ടുള്ള ഡിസിഷൻ ആണ് കോടതി എന്നുണ്ടായതും. ഇറ്റ് ഹാസ് ടു ബി ഡൺ മച്ച് ഏർലിയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് പണ്ടേ തന്നെ ഇത് ചെയ്യണമായിരുന്നു. ഇത്തരത്തിലുള്ളത് ഉണ്ടായപ്പോൾ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിലെ പ്രൊവിഷൻസ്, റിലവന്റ് പ്രൊവിഷൻസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദിസ് ഈസ് നോട്ട് അഡ്മിസിബിൾ എന്ന് പറഞ്ഞാൽ അന്നേ തള്ളിയിരുന്നു സുപ്രീം കോടതി ഉൾപ്പെടെ എന്നുണ്ടെങ്കിൽ ഫർദർ ആയിട്ടുള്ള കേസസ് ഇന്ത്യയിൽ ഉണ്ടാവില്ലായിരുന്നു. ഇതെല്ലാം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. അല്ലാതെ പ്ലേസ് ഓഫ് വർഷിപ്പിനോടുള്ള താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിനെ ആരാധിക്കാനുള്ള താല്പര്യം കൊണ്ടോ ഒന്നും അല്ല. ഇതിന്റെ ബാക്കിൽ പൊളിറ്റിക്സ് ഉണ്ട്. ഇതിൽ കുറെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുണ്ട്. അവരുടെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കരുതായിരുന്നു. ഈ ബാബറി മസ്ജിദിന്റെ വിഷയത്തിൽ തന്നെ ഹിന്ദു സൈഡിന്റെ എല്ലാ ഡിമാൻഡ്സും അംഗീകരിച്ച് കൊടുത്തിട്ട് അന്ന് ബാബറി മസ്ജിദ് ഡിമോളിഷ് ചെയ്ത ആൾക്കാരെ എല്ലാവരെയും എക്സോണറേറ്റ് ചെയ്തു. അവരെ കംപ്ലീറ്റ് ചാർജസ് നിന്നും വിമുക്തി കൊടുത്തു കോടതി. അപ്പൊ അതൊക്കെയാണ് ഇത്തരത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രോജക്ട്സുമായിട്ട് ആൾക്കാർ വരാൻ കാര്യം എന്നൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് ഇപ്പൊ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ്. നിങ്ങൾക്ക് എഡിറ്റോറിയൽ വായിക്കാൻ വലിയ പാടൊന്നും ഉണ്ടാകത്തില്ല. സെക്കൻഡ് വാർഡിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ്, എഡിറ്റോറിയലാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അത് എന്തിനെ കുറിച്ചാണ്? ഇപ്പൊ ഡിണ്ടിഗൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തമിഴ്നാട്ടിൽ ഇവിടെ തൊട്ടടുത്തല്ല, ഇവിടെ നിന്ന് കുറച്ച് ഒരു എനിക്കൊന്നൊരു 5 to 6 hours ഒക്കെ നമ്മൾ കാറിൽ പോകുമ്പോൾ
എത്തുന്ന ഒരു സ്ഥലമാണ് ഡിണ്ടിഗൽ. ഈ ഡിണ്ടിഗലിലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായ ഫയർ, അതൊരു പീഡിയാട്രിക് ഹോസ്പിറ്റലാണ്. അവിടെ ഉണ്ടായ ഫയറിൽ 6 പേര് മരിച്ചു. ഈ 6 പേര് മരിച്ചവരിൽ ഒരാൾ മാത്രമാണ് പേഷ്യന്റ്, ബാക്കി എല്ലാവരും വിസിറ്റേഴ്സ് ആയിട്ട് വന്നവരാണ്. അപ്പൊ ഇത് ഇന്ത്യയിൽ തുടർക്കഥയാവുന്നു ഹോസ്പിറ്റൽ ഫയർ. ഈ വർഷം കഴിഞ്ഞ അങ്ങേ മാസമാണെന്ന് തോന്നുന്നു, ഝാൻസിയിലെ ഉത്തർപ്രദേശിലെ ഒരു ഹോസ്പിറ്റലിൽ ഇതുപോലൊരു ഇൻഫെർണോ ഉണ്ടാവുകയും there was also a lot of casualties. And in May this year in a New Delhi hospital same fire accident happened and some deaths were happened. അപ്പൊ ഇത് എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യയിൽ വളരെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള നോംസ് ഉണ്ട്, ഫയർ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. പക്ഷെ ഇതൊന്നും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കുന്നത്. ഈ ഡിണ്ടിഗലില് ഈ സ്വാഭാവികമായിട്ട് വല്ല ഷോർട്ട് സർക്യൂട്ട് കൊണ്ടായിരിക്കും ഫയർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ അപ്പോഴേ അത് ശരി തന്നെയാണ്. പക്ഷെ അതിനുശേഷം ലിഫ്റ്റിൽ ആരെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടോന്ന് നോക്കാനുള്ള മര്യാദ അവിടുത്തെ ആൾക്കാർ കാണിച്ചില്ല. അതുകൊണ്ടാണ് ലിഫ്റ്റിൽ കിടന്ന ആൾക്കാരാണ് സഫോക്കേഷനിൽ മരിച്ചുപോയാണ് ചെയ്തത്. അപ്പം അത്തരത്തിലുള്ള ഒരു ട്രാജിക് ഇൻസിഡൻസ് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് റെഗുലർലി ഇൻ ഇന്ത്യ. അത് ഇറസ്പെക്റ്റീവ് ഓഫ് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്ന ആക്കാരത്തിലില്ല. ഇതിപ്പോ സൗത്ത് ഇന്ത്യയിലാണ് സംഭവിച്ചത്. ഈ ഇടയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ സംഭവിച്ചു. അപ്പോൾ ഇതിങ്ങനെ ഇന്ത്യയിൽ അൺഅബേറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയിലെ പിന്നെ ആദ്യത്തെ ആർട്ടിക്കിൾ ലെറ്റ് us talk about one candidate multiple constituencies എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാല് വൺ നേഷൻ വൺ ഇലക്ഷനെ കുറിച്ചാണ് ഇപ്പോഴത്തെ ഡിസ്കഷൻസ് എല്ലാം. ഈ വൺ നേഷൻ വൺ ഇലക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന അതേ സമയത്ത് നമ്മൾ വൺ കാൻഡിഡേറ്റ് മൾട്ടിപ്പിൾ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു മാലഡി അതിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല, അത് പറഞ്ഞുതരാം. ഇപ്പോഴത്തെ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിൽ വയനാട്ടിൽ നിന്നും മത്സരിച്ചു. അതേപോലെ അദ്ദേഹം ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നും അമേഠിയിൽ നിന്നല്ല റായ്ബറേലിയിൽ നിന്നും മത്സരിച്ചു. റായ്ബറേലിയിലും വയനാട്ടിൽ രണ്ടിടത്തും രാഹുൽ ഗാന്ധി ജയിച്ചു. രാഹുൽ ഗാന്ധി ഇവിടെ പിന്നെ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി വേണ്ടെന്ന് വെച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ സിസ്റ്റർ പ്രിയങ്ക ഗാന്ധി വന്ന ഇലക്ഷനിൽ മത്സരിച്ചു, അവരവിടെ ജയിച്ചു. ഇതേപോലെ 2014 ഇലക്ഷൻ. In 2014 election, Narendra Modi contested from Gujarat and simultaneously he contested from Varanasi, Uttar Pradesh. Now you all know that Prime Minister's constituency is Varanasi. In 2019 and 2024 he contested again and again from Varanasi only. But in 2014 he contested simultaneously from Gujarat and from Uttar Pradesh. പക്ഷെ ഒരാൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഹോൾഡ് ചെയ്യാൻ പറ്റും രണ്ടിടത്തും ജയിച്ചാലും. അപ്പോൾ ഒരെണ്ണം അയാൾ ആരാണെങ്കിലും റിസൈൻ ചെയ്യും, മറ്റത് മാത്രം നിലനിർത്തും. റിസൈൻ ചെയ്യുമ്പോൾ ഇവിടെ 6 monthsനകത്ത് ഇലക്ഷൻ നടക്കണം നെക്സ്റ്റ് ആളിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി റിസൈൻ ചെയ്തപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയിട്ട് വയനാട് ഇലക്ഷൻ നടത്തിയത്. Who is bearing the expense of all these by-elections, unnecessary by-elections, because of the greed of politicians? They are simultaneously contesting election from many part of the country, and once they are getting elected from 2 constituencies, they will demit one constituency in favor of the other. That is, as per the Constitution of India, they have to do that. So there will be vacancy in one constituency. So there once again election will come within 6 months. So there will be crores of money again government of India has to spend for conducting that election, and for political parties also they have to incur expenditure. So who will bear that expense? Ultimately this taxpayers like us, നമ്മളുടെ ടാക്സ് പേഴ്സിന്റെ പണമല്ലേ ഇങ്ങനെ പോകുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്ഷൻ നടത്താൻ 15 കോടി രൂപ ഒക്കെ വേണ്ടി വരുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് മാത്രം. പിന്നെ പാർട്ടികൾ അതിന്റെ 10 ഇരട്ടിയാണ് ചെലവാക്കുന്നത്. അപ്പൊ നമ്മൾ ടാക്സ് പേഴ്സിന്റെ മണിയാണ് ഈ പോകുന്നത്. അപ്പൊ എന്തിന്? ഇവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, അവരുടെ പവർ ഹംഗ്രി ആയിട്ടുള്ള പൊളിറ്റീഷ്യന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി. പക്ഷേ ശരി ഞാൻ ക്ലാസ്സിൽ. അപ്പോ ഇത് എന്ത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു വെച്ചാല്, നമ്മൾ ഇന്ത്യയില് കോൺസ്റ്റിറ്റ്യൂഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഇൻസൈഡ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. It has been written about the Election Commission of India, but the conduct of elections is based on laws prepared by the Parliament of India. അപ്പോൾ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള റൂൾസ് ഉണ്ടാക്കേണ്ടത് പാർലമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അവര് ഒരു നിയമം ഉണ്ടാക്കി വെച്ചു. ആ നിയമത്തിന്റെ പേര് പീപ്പിൾസ് റെപ്രസെന്റ് എവിടെ ഉണ്ട്.
റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എന്നാണെന്നോ അതാണ് റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1951. റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1951. ഈ ആക്ട് അനുസരിച്ച് അതിന്റെ സെക്ഷൻ 70 പറയുന്നത് മോർ ദാൻ 2 സീറ്റുകളിൽ നിന്നാണെങ്കിലും മത്സരിക്കാം. അങ്ങനെയായിരുന്നു അപ് ടു 1996 വരെ ആ പ്രൊവിഷൻ ആയിരുന്നു. 2 സീറ്റിലും അല്ല 3-4 സീറ്റിലൊക്കെ മത്സരിക്കായിരുന്നു. പക്ഷെ 1996 അഗെയിൻ പാർലമെന്റ് മെയ്ഡ് സം അമെൻഡ്മെന്റ്സ് ടു ദ Representation of People Act 1951, and the number of seats one candidate can contest has been limited to 2. ഇപ്പൊ 2 മത്സരിക്കാൻ പറ്റുമോ? 2 ആണെങ്കിൽ പോലും അത് ചുമ്മാ ആവശ്യമില്ലാത്തൊരു ശല്യമല്ലേ, നമ്മളെ ടാക്സ് പേഴ്സിന്റെ മണി പാഴാക്കി കളയുന്ന. അപ്പോൾ ഇത് ഈ ഒരു സംഭവം ഈ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 അമെന്റ്മെന്റ് വരുത്തിയാല് ഒറ്റ സീറ്റിൽ മത്സരിക്കാൻ പറ്റുള്ളൂ ആക്കാൻ പറ്റും. പക്ഷെ അത് ഇന്ത്യയിലെ പൊളിറ്റീഷ്യന്മാർ ചെയ്യത്തില്ല. കാര്യം അവർക്ക് 2 രീതിയിലുള്ള താല്പര്യം. ഒന്നിപ്പം നരേന്ദ്രമോദി എന്തിനാണ് വാരണാസിയിലും ഗുജറാത്തിലും മത്സരിച്ചത്? 2 പുള്ളി ജയിക്കുന്ന പുള്ളിക്ക് ഉറപ്പാണ്. അപ്പം യഥാർത്ഥത്തിൽ ഒരിടത്ത് സേഫ്റ്റിക്ക് വേണ്ടി പലരും മത്സരിക്കാറുണ്ട്. കാര്യം ഒരിടത്ത് തോറ്റു അല്ല 2ാമത്തെ ജയിച്ച് പാർലമെന്റിൽ വരാൻ വേണ്ടി അല്ലെങ്കിൽ നിയമസഭയിൽ വരാൻ വേണ്ടി. ഇപ്പൊ മോദിക്ക് 2 ജയിക്കുന്ന ഉറപ്പാണ്. രാഹുൽ ഗാന്ധിക്കും വയനാടും ഒരു പരിധിവരെ റായ്ബറേലിയും ജയിക്കുന്ന ഉറപ്പായിരുന്നു. പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? വേറൊന്നുമല്ല, ഇതുപോലുള്ള പവർഫുൾ പൊളിറ്റീഷ്യൻസിന് അവരുടെ മെസ്സേജ് ഈ 2 സ്റ്റേറ്റുകളിലും സ്പ്രെഡ് ചെയ്യിക്കാൻ, അവരുടെ പ്രസൻസ് എല്ലായിടത്തും വരുത്താനുമാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാത്തവർ ഈ പറഞ്ഞ പോലെ അവരുടെ തോക്കൊന്ന് പേടിച്ചിട്ട് ചെയ്യുന്നവരുമുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അപ്പം എന്തായാലും ഇവരുടെ താല്പര്യമാണ്. അപ്പൊ നമ്മൾ ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അപ്പൊ ഇത് ഒഴിവാക്കാൻ 2 മാർഗമുണ്ട്. ഒന്നെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒറ്റയിടത്തെ മത്സരിക്കാൻ പറ്റുള്ളൊരു നിയമം മാറ്റം കൊണ്ടുവരാം. പക്ഷെ പല രാജ്യങ്ങളിലും ഒന്നിലധികം മത്സരിക്കാവുന്ന രാജ്യങ്ങളുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് 1980 വരെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവരതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലേക്ക് ഇപ്പോഴും എത്ര സീറ്റിൽ വേണമെങ്കിലും മത്സരിക്കാവുന്നതാണ്. പക്ഷേ ഇത് ഒരു കാര്യം ചെയ്യാവുന്നത്, ഇത് ഈ 2 സ്ഥലത്ത് മത്സരിക്കുന്ന കാൻഡിഡേറ്റ് ഒരിടം വെക്കേറ്റ് ചെയ്താൽ അവിടുത്തെ ഇലക്ഷൻ നടത്താനുള്ള ചെലവ് ആ കാൻഡിഡേറ്റ് ആണ് വഹിക്കേണ്ടെന്നൊരു ഇത് കൊണ്ടുവന്നാൽ കുറെയൊക്കെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് പലതിലും റിച്ച് ആയതുകൊണ്ട് അവര് ഈ ചെലവ് നോക്കിക്കോളും. അപ്പോഴും അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റൂല. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 6 മാസത്തിനകത്ത് വെച്ച് ഇപ്പൊ ഇലക്ഷൻ നടത്തണ്ടേ, അത് 1 വർഷത്തിനകത്ത് വെച്ച് ഇലക്ഷൻ നടത്തിയാൽ മതിയെന്ന് ആക്കണം എന്നൊരു രീതി പറയുന്നുണ്ട്. അങ്ങനെ ആക്കുമ്പോൾ ഗുണമായിട്ട് ഇവർ പറയുന്നതെന്ന് വെച്ചാല്, ഒന്ന് പിന്നീട് ഒപ്പോസിഷനും കൂടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് കിട്ടും. ഇത് എപ്പോഴും ഈ തോക്കുന്ന കാൻഡിഡേറ്റിനെ വീണ്ടും ചിലപ്പോൾ അവിടെ മത്സരിപ്പിക്കും. പക്ഷെ അയാൾക്ക് വീണ്ടും ആ ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തുകയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. റൂളിംഗ് പാർട്ടിക്ക് ജയിക്കുന്നവർ അത്ര പാടായിരിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള കുറെ കാര്യം. പക്ഷെ അതൊക്കെ എത്രത്തോളം ഇഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് അറിയാം. അതൊക്കെയാണ് ഇതിൻ്റെ അത് പറയുന്നത്. നിങ്ങളിത് വായിച്ചു നോക്കുക. എന്തായാലും ഒന്നിലധികം സ്ഥലങ്ങളിൽ ജയിച്ചിട്ട് ഒരു സ്ഥലത്ത് റിസൈൻ ചെയ്ത് മറ്റത് മാത്രം നിലനിർത്തുമ്പോൾ ഇന്ത്യയുടെ ടാക്സ് പേഴ്സിന്റെ പണം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം ആ പണം നഷ്ടപ്പെടലിന്റെ പിന്നെ നഷ്ടം മാത്രമല്ല, വേറെ കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പം അത് നിങ്ങൾ വായിച്ചു നോക്കാൻ മനസ്സിലായി. ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടില്ല. പറയാത്ത വേറെ കൊണ്ടല്ല, ടൈം കുറവായതുകൊണ്ടാണ് ഇത് വായിച്ച് തീർത്തായിരുന്നു. അപ്പം എന്തായാലും അതിനെ കുറിച്ചാണ് ആ ആർട്ടിക്കിൾ പറഞ്ഞത്. 2ാമത്തെ ആർട്ടിക്കിൾ ഇന്ത്യസ് ഫേമർ അറ്റംപ്റ്റ്സ് അറ്റ് മിനറൽ ഡിപ്ലോമസി എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാല്, ഇന്ത്യ വ്യാവസായികമായിട്ട് ഇൻഡസ്ട്രിയലി ഇന്ത്യ ഈസ് എക്സ്പാൻഡിങ്. സോ ഇന്ത്യസ് മാനുഫാക്ചറിംഗ് സെക്ടർ ഈസ് ആക്ച്വലി ത്രൈവിംഗ്. So many of the Indian industries are dependent on foreign countries for some rare minerals. Rare minerals are the raw materials for many of the industries inside India, but these rare minerals are not abundant in India. So Indian industries has to depend on many countries, especially China. China and India are the biggest supplier. അപ്പോൾ ഈ ചൈന പോലുള്ള രാജ്യങ്ങൾ ഈ ഒരു ഡിപ്പെൻഡൻസിയെ അവർ സ്ട്രാറ്റജിക്കലി അവരുടെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് വിനിയോഗിക്കും. അതിനെക്കുറിച്ച് ഇന്ത്യ ബോധവാനുമാണ്. അപ്പം അത് ഇന്ത്യക്ക് ഒരു വൾണറബിൾ സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഈ മിനറൽസിന്റെ ഒരു ഡിപ്ലോമസി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചൈനയിൽ നിന്ന് പതുക്കെ മാറി മറ്റ് പല രാജ്യങ്ങളും ഈ മിനറൽ റിച്ച് ആയിട്ടുള്ളതുണ്ട്. അതിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ അർജന്റീന, ബൊളീവിയ, ചിലി പോലുള്ള രാജ്യങ്ങളുണ്ട്. അതുപോലെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളായ കസാക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുണ്ട്. ഓസ്ട്രേലിയ ഉണ്ട്. ഈ രാജ്യങ്ങളോടെല്ലാം ഇന്ത്യ ഇപ്പോൾ ഓരോരോ കൂട്ടുകെട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ എഗ്രിമെന്റ് നമ്മൾ റീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടു ഗെറ്റ് മെനി മിനറൽസ് വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സസ്റ്റൈനബിലിറ്റി ഓഫ് ഇന്ത്യൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. അപ്പോൾ അതിൽ
അതിനുവേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു കമ്പനി തന്നെ രൂപീകരിച്ച് കപിൽ എന്ന് പറഞ്ഞൊരു കമ്പനി. കപിൽ അത് ഗവൺമെന്റ് കമ്പനിയാണ് കേട്ടോ. കപിലിന്റെ എക്സ്പാൻഷൻ ഖൻജി വിദേശ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്. ഖൻജി വിദേശ് ഇന്ത്യ ലിമിറ്റഡ്. എന്നിട്ട് അവര് ഇപ്പോ അർജന്റീനയിലും ഓസ്ട്രേലിയയിലും അതുപോലെ ബൊളീവിയയിലും ഒക്കെ ഇപ്പൊ പുതുതായിട്ട് മിനറൽസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള പാർട്ണർഷിപ്പിൽ ഇപ്പൊ എൻഗേജ്മെന്റിൽ, ചിലിയിലും ഒക്കെ പിന്നീട് പുതിയ എഗ്രിമെന്റ്സ് അവർ സൈൻ ചെയ്യുന്നു ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ. പക്ഷെ ഈ കപിൽ മാത്രമല്ല, പ്രൈവറ്റ് സെക്ടറിലുള്ള ചില കമ്പനികൾ ഇപ്പോ ഈ മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഫോറിൻ കമ്പനീസുമായിട്ടും ഫോറിൻ കൺട്രീസുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന ആൽമിൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രൈവറ്റ് കമ്പനിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ്. അപ്പം അത് മാത്രമല്ല, ഇന്ത്യക്ക് ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ രാജ്യങ്ങളുമായിട്ട് ഇതുപോലുള്ള പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇന്ത്യ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്വാഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. നമ്മളും കൂടെ ഉള്ള ഒരു ഗ്രൂപ്പാണ് ക്വാഡ്, അവിടെ പറയുന്നുണ്ട്. അതുപോലെ ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പിരിറ്റി IPF എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. G7 അറിയാമല്ലോ, ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസ്, വേൾഡിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള 7 രാജ്യങ്ങൾ, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ, USA, ബ്രിട്ടൻ, ഫ്രാൻസ് ആണ് G7. ഇവരുമായിട്ടൊക്കെ ഇപ്പോൾ ഓൾറെഡി ഇന്ത്യ ഇതിനു വേണ്ടി പാർട്ണർ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ സ്ട്രോങ് ഫോക്കസ് അത്തരത്തിലുള്ള പാർട്ണർഷിപ്പുകൾ ഉണ്ടാക്കാൻ ക്വാഡുമായിട്ടും ഇൻഡോ പസഫിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പിരിറ്റി ആയിട്ടും മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പുമായിട്ടും G7 കൂടുതൽ കൊളാബറേഷൻസ് ഈ മിനറൽ ഈ ക്രിട്ടിക്കൽ മിനറൽസിന്റെ നമ്മളുടെ ഈ അൺഇന്ററപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. അപ്പൊ അത് വേറെ കാര്യത്തിനും കൂടെ സഹായിക്കും. നമുക്ക് ഈ രാജ്യങ്ങളെല്ലാം ഇതിന്റെയൊക്കെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടുള്ള നല്ല ടെക്നോളജിയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള രാജ്യങ്ങൾ. അപ്പൊ ആ ടെക്നോളജിക്കൽ പാർട്ടിസിപ്പേഷനൊക്കെ മറ്റ് രാജ്യങ്ങളുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ മിനറൽസ് ഒക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് അൺഇന്ററപ്റ്റഡ് ആയിട്ട് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ സർവീസിന് വേണ്ടി കൊണ്ടുവരാൻ സഹായിക്കും എന്നൊക്കെ ഇത് പറയുന്നത്. അപ്പൊ ഈ മിനറൽ ഡിപ്ലോമസി ഇപ്പൊ ഇന്ത്യ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും ചില പ്രോബ്ലംസ് ഇന്ത്യ ഫേസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും പ്രൈവറ്റ് ഇൻഡസ്ട്രീസിനെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇൻസെന്റീവ് ഇന്ത്യയുടെ ഈ മിനറൽ പോളിസിയിൽ ഇല്ലെന്നാ പറയുന്നത്. അപ്പം ഞാനൊരു പ്രൈവറ്റ് കമ്പനി ഓൾറെഡി ബൊളീവിയയില് ഇൻവെസ്റ്റ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞെങ്കിലും പ്രൈവറ്റ് ഇൻഡസ്ട്രീസിന്റെ, പ്രൈവറ്റ് പ്ലേയേഴ്സിന്റെ വലിയൊരു പ്രസൻസ് ഇല്ല ഈ ഫീൽഡിൽ. അതിന്റെ കാരണം അവരുടെ ഇൻവോൾവ്മെന്റിനെ ഇൻസെന്റിവൈസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊവിഷൻസ് ഇന്ത്യയുടെ മിനറൽ പോളിസിയിൽ ഇല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രൈവറ്റ് പ്ലേയേഴ്സിനെ കൂടെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ കൂടുതലായിട്ട് എടുക്കണം. പിന്നെന്ന് വെച്ചാല് പിന്നെ നമ്മളെ ഡിപ്ലോമാറ്റിക് മിഷൻസിൽ തന്നെ നമ്മളൊരു ഈ മിനറൽ ഡിപ്ലോമസി കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാ രാജ്യങ്ങളിലൊന്നും ഈ മിനറൽസ് ഇല്ല. ഉള്ള രാജ്യങ്ങളില് നമ്മളുടെ എംബസിയോട് ചേർത്ത് തന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനറൽ ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അത് ഈ പറഞ്ഞേക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ എൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് എൻ്റെ അകത്ത് ഒരു കണ്ടന്റ്. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കി, എന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞേക്കുന്നതാണ് മെയിൻ കണ്ടന്റ്. പിന്നെ ഈ പേജ് വലിയ ആവശ്യമില്ല. ഈ പേജില് കാർബൺ മാർക്കറ്റ്, ഇത് സത്യത്തിൽ ഒരു വലിയ ടോപ്പിക്കാണ്. ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ ടൈം വേണം. അപ്പൊ നമുക്കിത് വേറൊരു ദിവസം ഡിസ്കസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഹിന്ദുവിൽ ഇതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ വരും. ഇനി വേറൊരു ദിവസം നമുക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പിന്നെ പോളവാരം എന്ന് പറയുന്ന ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ഉണ്ട്. പോളവാരം ഇത് ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സാങ്ഷൻ ചെയ്തേക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് പോളവാരം. ഇത് ഗോദാവരി റിവറിലെ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് പോളവാരം പ്രോജക്റ്റ്. പക്ഷെ ഇതിന് ഒഡീഷ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യാണ്. ഒഡീഷ ഈസ് ഒപ്പോസിംഗ് ദിസ് പോളവാരം പ്രോജക്റ്റ്. ഇറ്റ് ഇസ് എ നാഷണൽ പ്രോജക്ട് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ and actually funded by government of India also. Since it is a national project, funding is also by government of India for the benefit of Andhra Pradesh. But the neighboring Odisha is vehemently opposing the implementation of Polavaram irrigation project in Narmada River. And the karanam veronnalla, Godavari River. അതിന്റെ കാര്യം വേറൊന്നുമല്ല, ഇത് ഒഡീഷയിൽ ഒരു ഡിസ്ട്രിക്ട് കംപ്ലീറ്റ് അതിൽ സബ്മർജ് ആയി പോകും. അതില് ആ ഡിസ്ട്രിക്റ്റിൽ കൂടുതലും ട്രൈബൽസ് ആണ്. ആ ട്രൈബൽസിൽ ഒരുപാട് പേർക്ക് അവരുടെ ആവാസ സ്ഥലം നഷ്ടപ്പെടും. ഏതാണ്ട് ഒരു 7000-ഓളം ട്രൈബൽ ആൾക്കാർ അവര് ഇതില് അഫക്റ്റഡ് ആവും എന്നൊക്കെയാണ് പറയുന്നതല്ല, അത് സത്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഏതാണ്ട് 7656 ഹെക്ടർ ലാൻഡ്, ആദിവാസികളുടെ ലാൻഡ് വെള്ളത്തിലായി പോകും. ഇതാകൊണ്ട് ഒഡീഷ അത് ഒരു ഡിസ്കഷൻ ആയിട്ടുണ്ട്. ഇപ്പൊ അവര് അവിടെ ഭയങ്കര ഒപ്പോസിഷൻ വന്നേക്കാണ് ഒഡീഷയില്. അപ്പൊ അന്ന് നോക്കി വെച്ചെങ്കിൽ നല്ലതാ. കാരണം നാളെ ഒരു സമയത്ത് നമുക്കത് ഇതിനെ കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ വരുമ്പോൾ പഠിക്കാൻ പോകുമായിരിക്കും. പിന്നെ വൈ സൈമിൾട്ടേനിയസ് ഇലക്ഷൻസ് ആർ ഇംപ്രാക്ടിക്കൽ ആൻഡ് കോംപ്ലിക്കേറ്റഡ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്, വായിച്ചു നോക്കുക.
സത്യത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതിൽ പറയുന്നില്ല. സൈമിൾട്ടേനിയസ് ഇലക്ഷൻ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. പക്ഷെ ഇതിൽ ഡെവലപ്മെന്റിനെ എങ്ങനെ ബാധിക്കുന്നു, ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഇപ്പോഴത്തെ Q1 Q2 കുറയാനുള്ള കാരണം എല്ലാം ഈ നമ്മളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറൊക്കെ ഇലക്ഷൻ മൂലം സ്റ്റോപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടാണ്. ആ ഒരു ആസ്പെക്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതേ ഇല്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ശ്രീലങ്കൻ പ്രസിഡന്റ് ഇന്ത്യ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ജയശങ്കറിനെയും അജിത് ഡോവൽ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിനെയും കണ്ടതിനെ കുറിച്ചുള്ള ന്യൂസുകളുണ്ട്. പിന്നെ ഈ ഹേറ്റ് സ്പീച്ച് നടത്തിയ സുപ്രീം കോടതി ജഡ്ജി, അലഹബാദ് ഹൈക്കോർട്ടിലെ ജഡ്ജിയുടെ അടുത്ത് പിന്നെ കൊളീജിയത്തിന്റെ അടുത്ത് ഹാജരാവാൻ പറഞ്ഞേക്കാണ്. കൊളീജിയം അറിയാലോ, ജഡ്ജിമാർ ഇന്ത്യയിൽ ഡിസൈഡ് ചെയ്യുന്ന സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ജഡ്ജസിന്റെ ഒരു ഗ്രൂപ്പാണ് കൊളീജിയം. സോ കൊളീജിയം ആസ്ക്ഡ് ദിസ് ജഡ്ജ് ടു അപ്പിയർ ബിഫോർ ദം ആൻഡ് they sought explanation from him regarding this hate speech allegations. Okay, അപ്പം അത് ഇതായിട്ടുണ്ട്. പിന്നെ സക്കീർ ഹുസൈൻ തബല മൈസ്ട്രോ, അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിലാണ്, അതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ മൊറോക്കോ എന്നുള്ള രാജ്യം ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊഡക്ഷന്റെ ഒരു ഹബ്ബായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ടാറ്റ അവിടെ ഒരു ഡിഫൻസ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ് ആയിട്ടുണ്ട്. മൊറോക്കോ ഈസ് വെരി കീൻ ടു അട്രാക്ട് ഇന്ത്യൻ കമ്പനീസ്, വെദർ ഇറ്റ് ഈസ് ഗവൺമെന്റ് ഓർ പ്രൈവറ്റ് കമ്പനീസ്, to start manufacturing of defense products in their own country, and Morocco wants to make that country as a hub of Indian defense manufacturing. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻസ് ഇന്നലെ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് മൊറോക്കോ ഈസ് ആൻ ആഫ്രിക്കൻ കൺട്രി. ഓക്കെ, നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഇവിടെ ഫുൾ പൊളിറ്റിക്സ് ആണ്, ഇവിടെ ഒന്നും പറയാനില്ല. ഓക്കെ, പൊളിറ്റിക്കൽ പേജാണ്. പിന്നെ അതിനടുത്ത പേജിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, TM കൃഷ്ണ എന്ന് പറയുന്ന കർണാട്ടിക് മ്യൂസീഷ്യന് MS സുബലക്ഷ്മിയുടെ പേരിലുള്ള അവാർഡ് കൊടുത്തു. അപ്പൊ അത് ഇടയ്ക്ക് വിവാദമൊക്കെ ആയി. സുബലക്ഷ്മിയുടെ ഭയങ്കര ഒരു വോക്കൽ ക്രിട്ടിക്കാണ് ഇദ്ദേഹം. എന്നിട്ട് പുള്ളിക്ക് അവരുടെ പേരിൽ തന്നെയുള്ള അവാർഡ് കൊടുത്തതിന് വിവാദമായെങ്കിലും മദ്രാസ് ഹൈക്കോർട്ട് അവാർഡ് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ TM കൃഷ്ണയ്ക്ക് അവാർഡ് കൊടുത്തു. പിന്നെ ബ്രിട്ടീഷ് സേഫ്റ്റി കൗൺസിലിന്റെ ബിൽഡിംഗ് സേഫ്റ്റിക്കുള്ള അവാർഡ് രാം ടെമ്പിൾ, അയോധ്യയിലെ രാം ടെമ്പിളിന് കിട്ടി. അതിന്റെ ഒരു ന്യൂസ്, സോർഡ് ഓഫ് ഓണർ എന്നാണ് ആ അവാർഡിനെ പറയുന്നത്. സോർഡ് ഓഫ് ഓണർ, ഇത് ബ്രിട്ടീഷ് സേഫ്റ്റി കൗൺസില് ഈ ബിൽഡിങ്ങുകളുടെ സേഫ്റ്റിക്ക് കൊടുക്കുന്ന അവാർഡാണ്. അപ്പൊ അത് ഈ അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചത് LNT ആണ്. LNT ഉണ്ടല്ലോ, ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി, അവരാണ്. അപ്പം അവർക്കും കിട്ടിയ അവാർഡ്, ഈ ബിൽഡിംഗ് സേഫ്റ്റിയുടെ അവാർഡ് LNTക്കും കിട്ടി. ഓക്കെ, പിന്നെ ഇത് കുറെ പറയാനുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, നാളത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇവിടം തൊട്ടുള്ള ന്യൂസുകൾ ഞാൻ നാളത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. കാര്യം ഇനി എനിക്ക് ഒട്ടും ടൈമില്ല, എനിക്ക് വേറൊരു എൻഗേജ്മെന്റ് ഉണ്ട്, അതുകൊണ്ടാണ്. ഇവിടെ തൊട്ട് കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് തന്നെ ഒരു അത്യാവശ്യം പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ സ്കീം ആണ്, അതിന്റെ ലോഞ്ച് ആണ് ഇന്നലെ നടന്നേക്കുന്നത്. അപ്പൊ അതൊക്കെ പറയാനുണ്ട്. അപ്പൊ ഞാൻ ഇന്നിപ്പോ തൽക്കാലം ഇവിടെ നിർത്തിയാണ്. താങ്ക് യു. ബാക്കി അടുത്ത ദിവസം. ഹലോ.